ഗൈസ്, ഇപ്പം എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ മോനെ പതിവ് പോലെ തന്നെ ഫുഡൊക്കെ കൊടുത്തിരുന്ന് ഇറച്ചിയൊക്കെ ആയിട്ടാണ് കൊടുത്തു കേട്ടോ. എന്നിട്ട് അവൻ കിടക്കുകയാണ്. നമുക്കൊന്ന് പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം. പൗഡർ ഇട്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഒരു കിടക്കലാണ് കേട്ടോ. അപ്പം ഒന്ന് ചരിയും, അതങ്ങനെയാണ് കേട്ടോ. ഇടട്ടെ മമ്മ, അവിടെ ഇരിക്കുക. ഇടട്ടെ, നമുക്ക് ഇവിടേക്ക് ഇടട്ടെ മമ്മ. കഴുത്തിലൊക്കെ ഇടട്ടെ. ഒരു ഹായ് തന്നേ പൊന്നു, ഒരു ഹായ് തന്നെ പൊന്നു, ഒരു ഹായ് തന്നെ പൊന്നു, ഒരു ഹായ് തന്നെ പൊന്നു. ഹായ് എന്ന് തന്നെ, ഒരു ഹായ് തരണില്ലേ? ഒരു ഹായ് തന്നെ പൊന്നു, ഒരു ഹായ് എന്ന് എല്ലാവർക്കും തന്നെ. ഇപ്പം ഇങ്ങനെ ചൂടായിട്ടോ, ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പം ഇന്നലെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവന് കൊടുക്കാൻ വേണ്ടി കാണിച്ചില്ലേ. ഇന്നലെ ഓർഡർ ചെയ്ത സാധനമൊക്കെ ഇന്ന് കിട്ടി കേട്ടോ. വിറ്റാബെസ്റ്റിന് ഓർഡർ ചെയ്തിട്ട് വിറ്റാബെസ്റ്റ് കൊണ്ടുവന്നു. പിന്നെ ഇത് പൊന്നിൻ്റെ തന്നെയാണ് മെഡിസിൻ. പിന്നെ ലിവോട്ടോസ്, ലിവറിൻ്റെ ടോണിക്ക്, അത് കൊണ്ടുവന്നു. അപ്പോൾ ഇന്നലെ എല്ലാവരും ഇല്ലാത്തതെല്ലാം നമ്മൾ ഓർഡർ ചെയ്തിട്ട് വന്നതൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഫോൺ വിളിച്ച് തന്നു. ലിവോട്ടോസ് സ്കിന്നിൻ്റെയാണ് കേട്ടോ, സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും കൊടുക്കണം. അപ്പോൾ അത് മെഡിസിൻസൊക്കെ കിട്ടി കേട്ടോ. പിന്നെ ഞങ്ങൾ പെഡിഗ്രി ഇവന് കൊടുക്കാറുണ്ട് കേട്ടോ, പെഡിഗ്രി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് പകുതിയോളം ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെയും പെഡിഗ്രി മേടിച്ച് വെച്ചു കേട്ടോ. പിന്നെയും പെഡിഗ്രി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നു, വേണ്ട പെഡിഗ്രി തന്നു. എന്നാൽ ഇവിടെ മേടിച്ചിട്ട് അതിൻ്റെ പകുതി ഒരു കാൽഭാഗം ഉണ്ട്. അപ്പോൾ അത് തീരട്ടെ, എന്നാലും നേരത്തെ നമ്മൾ മേടിച്ച് വച്ചെന്നേ ഉള്ളൂ കേട്ടോ പെഡിഗ്രി. അപ്പോൾ ഞാൻ ഇന്നലെ പോയപ്പോൾ ഈ പെഡിഗ്രി അവിടെ ഇല്ലായിരുന്നു കേട്ടോ, അഡൾട്ടിൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ അത് കാരണം അവർ അഡൾട്ടിൻ്റെ കൊണ്ടുവരുമ്പോൾ വിളിച്ച് പറയും. അങ്ങനെ ഞങ്ങൾ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്, മുറ പോലെ നടത്തണം. അപ്പോൾ അതിനാണ് ഇപ്പോൾ കുറച്ച് പെഡിഗ്രി ഉണ്ട്. അപ്പോൾ കാൽഭാഗം അത് ഇനി 2-3 ദിവസം കൊടുത്തു കഴിയുമ്പോൾ തീരും. അപ്പോഴത്തേക്ക് ഇത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ ഇതൊക്കെ മേടിച്ച് ചിലപ്പോൾ നമ്മൾ ചെന്ന് തീരുമ്പോൾ ചോദിക്കുമ്പോൾ അഡൾട്ടിൻ്റെ ഒന്നും അവിടെ ഉണ്ടാകത്തില്ല കേട്ടോ. അതാണ് സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച് വെക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ കഴിയുമ്പോഴായിരിക്കും മനസ്സിനൊരു സമാധാനം വരുന്നത് കേട്ടോ. മെഡിസിൻസും അവൻ്റെ ഫുഡുകളും അവൻ്റെ ബിസ്ക്കറ്റുകളും അവൻ്റെ പൗഡറും അവൻ്റെ ടാബ്ലറ്റ്സും ഒക്കെ മേടിച്ച് അവന് ടൈമിനനുസരിച്ച് കൊടുക്കുമ്പോൾ ഞാൻ ഒരേ കറക്റ്റ് ടൈമിനാണ് കൊടുക്കുന്നത്. 12 മണിക്കകം അവന് ഞാൻ ഉച്ചക്കുള്ള ഫുഡ് കൊടുക്കും. രാവിലെ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് അവനെ അപ്പിയൊക്കെ അടിപ്പിച്ച് എല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞ് കാലൊക്കെ തുടച്ച് മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കും. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഒരു ടൈമാണ്, അവൻ ആ ടൈമിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് മോൻ വന്നിട്ട് ഒന്ന് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകും കേട്ടോ. അവൻ്റെ വെയിറ്റ് ഒന്ന് നോക്കണം, ഈ കൈയുടെ ഒന്നും കൂടെ കാണിക്കണം. ഇതെല്ലാം ഉണങ്ങി വരുന്നുണ്ട്, എന്നിരുന്നാലും ഒന്നും കൂടെ അദ്ദേഹത്തെ കാണിച്ച് വെയിറ്റ് തൂക്കണം. അപ്പോൾ വെയിറ്റ് എത്ര എന്നുള്ളത് അവരുടെ ക്ലിനിക്കിൽ പോകുമ്പോഴേ കാണുള്ളൂ. അപ്പോൾ മോൻ ഇന്ന് 8 മണിക്ക് വന്നിട്ട് ഡോക്ടർ 8:30 വരും. അപ്പോൾ കൊണ്ടുപോകും. ഒരുപാട് തിരക്കായിരിക്കും, എന്നാലും കൊണ്ടുപോകും കേട്ടോ. പിന്നെ ഇവർക്ക് നമ്മുടെ മനുഷ്യനെ പോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഷുഗർ ടെസ്റ്റ് ചെയ്യൽ, ക്യാൻസറിൻ്റെ ടെസ്റ്റ്, ലിവറിൻ്റെ ടെസ്റ്റ്, ഹാർട്ടിൻ്റെ ടെസ്റ്റ്, ഇതൊക്കെ ഞങ്ങൾ ഇവനെ ലാബിൽ പോയി എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു ആൾക്കാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ലാബിൽ കൊണ്ടുപോയി, വണ്ടിയിൽ കൊണ്ടുപോയി ഞാനും മോനും കൂടെ കൊണ്ടുപോയിട്ട് അതൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷുഗറൊക്കെ ഉണ്ടോ, ക്യാൻസറിൻ്റെ ടെസ്റ്റ്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് ലിവറിന് മാത്രമേ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ 2-3 മാസം മെഡിസിൻ കണ്ടിന്യൂ കൊടുത്ത് അത് വേറെ മെഡിസിൻ എഴുതി തന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ചെക്കപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ മെഡിസിൻ കണ്ടിന്യൂ കൊടുക്കാൻ പറഞ്ഞത്, ലിവോട്ടസ്. അപ്പോൾ നമ്മുടെ മനുഷ്യനെ പോലെ തന്നെ അവർക്കും ചെക്കപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഷുഗറിൻ്റേതായിരുന്നാലും ക്യാൻസറിൻ്റെ ആയിരുന്നാലും ലിവറിൻ്റെ ആയിരുന്നാലും ലങ്സിൻ്റെ എല്ലാം നമ്മൾ മനുഷ്യനുള്ള ചെക്കപ്പൊക്കെ അവർക്കും ചെയ്യണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യാൻ പറയും ഡോക്ടർ. പിന്നെ ഇനി അടുത്ത മാസമാണ് അവൻ്റെ ഇഞ്ചക്ഷൻ. അപ്പോൾ ഒരെണ്ണം റാബീസിൻ്റെയും വേറെ 2 ടിറ്റാനസ് എന്താണോ എന്ന് അറിഞ്ഞൂടാ. 2 ഇവിടെ 3 എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അവർ 2 എക്സ്ട്രാ എടുത്തിട്ട് 3ാമതേ അവർ റാബീസിൻ്റെ എടുക്കത്തുള്ളൂ. അപ്പോൾ അതിനൊക്കെ ബുക്കൊക്കെ ഉണ്ട്. ഞാൻ ആ ബുക്ക് ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. ഇവന് ഇഞ്ചക്ഷൻ എടുത്ത ബുക്കും ഇവൻ്റെ പേരും കാര്യങ്ങളും വയസ്സും ഒക്കെ, ഇഞ്ചക്ഷൻ എടുക്കുന്ന ഏതൊക്കെ ഇഞ്ചക്ഷനാണ് എന്നൊക്കെ ഉള്ളതെല്ലാം ആ ബുക്കിലിങ്ങനെ
നമ്മൾ കുട്ടികൾക്ക് പോളിയോ കൊടുക്കൂലേ, അപ്പോൾ ഇങ്ങനെ എഴുതൂലേ എന്ന് പറഞ്ഞ പോലെ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത മാസമാണ് അവൻ്റെ ഇഞ്ചക്ഷൻ 3 വർഷത്തിൽ 3 ഒന്ന് റാബീസ്, ഒന്ന് 2 എക്സ്ട്രാ ടിറ്റനസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, 2 അങ്ങനെ 3 എടുക്കാറ്. അത് അടുത്ത മാസമാണ്. അത് ഡോക്ടർ വീട്ടിൽ വന്ന് എടുക്കും കേട്ടോ. നമ്മൾ അവിടെ കൊണ്ടുപോയി എടുത്തിരുന്നാലും എടുക്കാം, പക്ഷേ സമയം ഉണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് എടുക്കും അങ്ങനെ. പിന്നെ ഹായ് എന്ന് പറഞ്ഞ പൊന്നോ, ഹായ് എന്ന് പാറ പൊന്നോ. ഇപ്പോൾ വലിയ ഗമയിലാണ് ഫ്രണ്ട്സ്, ഹായ് ഒന്നും പറയത്തില്ല. അവന് മനസ്സ് തോന്നണം, തോന്നിയിരുന്നാലേ അവൻ ഫുട്ബോൾ കളിക്കുള്ളൂ, തോന്നിയിരുന്നാലേ ഹായ് പറയുള്ളൂ. ഇപ്പോൾ ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ, ഭയങ്കര ചൂട് കുടുകൂടാ വിയർത്തൊഴുന്ന. 2 ദിവസം മഴ ഒന്ന് ചാറിയതേ ഉള്ളൂ കേട്ടോ, അതിൻ്റെ ഇരട്ടി ചൂട്. ചേട്ടൻ പോയതിൻ്റെയൊക്കെ ദുഃഖം. ഇപ്പോൾ ചേച്ചി ഇറങ്ങുന്നു, ചേച്ചി പോകുന്നതിൻ്റെയും ദുഃഖം. മമ്മി മാത്രമല്ലേ ഉള്ളൂ പിറകെ നടക്കാനും കളിക്കാനും ഒക്കെ. ഈ ചൂട് കൂടുമ്പോഴാണ് ഇവർക്ക് തളർച്ച വരുന്നത് കേട്ടോ. പിന്നെ ഒന്നും ഒരു മൂഡുണ്ടാവില്ല പുറത്തേക്ക് ഇറങ്ങാനും കളിക്കാനും ഒക്കെ. എപ്പോഴും ഈ ഉറക്കമായിരിക്കും. എൻ്റെ ടോയ്സൊക്കെ നോക്കുന്നതാണ് കേട്ടോ. ഒരു ഹായ് എന്ന് പറഞ്ഞ പൊന്നോ, ഹായ് എന്ന് പറയാം. നമ്മൾ വൈൻഡപ്പ് ആക്കട്ടെ മമ്മി, വാ ഒരു ഹായ് പൊന്നോ, ഒരു ഹായ് എന്ന് പറഞ്ഞേ, ഒരു ഹായ് എന്ന് പറഞ്ഞ്, ഒരു ഹായ് എന്ന് പറഞ്ഞ് പൊന്നു. ഹായ് എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവിടെ കിടന്നോ കേട്ടാ കള്ളക്കുട്ട? ഹായ് എന്ന് പറയാൻ പറഞ്ഞപ്പോൾ കിടന്നോ നീ അവിടെ കള്ളക്കുട്ട? ആരെ നോക്കുന്നതാണ് അങ്ങോട്ട് ഇടം കണ്ടിട്ട്? ആരെ നോക്കുന്നത്? വായടച്ച് പിടിക്കും പൊന്നോ, വായടച്ച് പിടിച്ചേ. വായ അടച്ച് പിടിക്കും പൊന്നോ, വായടച്ച് പിടി. നോട്ടെ, വായടച്ച് പിടിക്കുമ്പോഴേ സുന്ദരൻ. വായ ഇങ്ങനെ എപ്പോഴും തുറന്ന് പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന കള്ളക്കുട്ടനാണ് ഫ്രണ്ട്സ്. കണ്ടോ നോക്കുന്ന കള്ളക്കുട്ടനാണ് അവൻ. അവന് തോന്നണം. ഒരു ഹൈ തന്നേ ഫ്രണ്ട്സ്, ഒരു ഹൈ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തേ പൊന്നോ, ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ കൊടുത്തേ. മമ്മിക്ക് താവോ ഒരു ഹൈ, മമ്മിക്ക് 2 ഹൈ. എൻ്റെ മമ്മിക്ക് 2 ഹൈ, എൻ്റെ മമ്മിക്ക് 2 ഹൈ. കൂടുതൽ ഹായ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വലിയ പുരുഷത്വമൊക്കെ കാണിക്കും കേട്ടോ. വലിയൊരു ചെക്കനായിപ്പോയി, അവന് വലിയൊരു ചെക്കനായിപ്പോയി. എൻ്റെ മോനൊരു വലിയ ചെക്കനായിപ്പോയി. ഇപ്പോൾ ഒന്നും പറഞ്ഞ അനുസരണയില്ല. എന്തോ അങ്ങനെ അനുസരിക്കാത്തേ? ഇതാരെയും നോക്കുന്ന ഇടം കണ്ടിട്ട് കണ്ടോ, തിരിഞ്ഞിരിക്കുന്ന കണ്ടോ? എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഇതാ മുഖം തിരിച്ചു കളയും. പാവമല്ലേ ഗൈസ്, അല്ലേ? പാവം. ഇവർക്കൊക്കെ ആരാ ഉള്ളത്? എനിക്ക് പൊഞ്ചിഞ്ഞ് മമ്മിയുണ്ട്, മമ്മി അച്ചക്കയുണ്ട്, മമ്മി അച്ചക്ക. വേറെ ആരാ ഉള്ളത്? ചേച്ചി ഞാനൊക്കെ കൊണ്ടോ. കള്ളയുടെ കണ്ടിട്ട് നോക്കുന്നു. ആരാ അവിടെ ഗേറ്റിൻ്റെ അവിടെ? ഇല്ല, മുകളിലേക്ക് നോക്കണ്ട, അവളില്ല. ഇവിടെ വന്ന് എന്താ കിടക്കുന്നേ? ചേച്ചി പോകാൻ വേണ്ടിയാ, ചേച്ചിയെ വിടാൻ വേണ്ടിയാ? ശരി ഏട്ടാ, കിടന്നോ. ചേച്ചി വിട്ടിട്ട് നമുക്ക് പോയേട്ടാ, വേറെ പണി. എനിക്കിഷ്ടം കൂടെ പണിയുണ്ടടാ. അല്ല, ദീപക്ക് എവിടെ? ദീപക്ക് ഇല്ല പോന്നോ. ദീപക്ക് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ കേട്ടോ. ദീപക്കിനെ നോക്കുന്ന കുറേ നാളായിട്ട് ദീപക്ക് വന്നില്ലല്ലോ. അപ്പോൾ മോള് ചോദിച്ചു, ദീപക്ക് വന്നില്ലേ, വരൂലേ, ഇനി എപ്പോഴാണ് വരുമെന്ന്. അപ്പോൾ അവൻ്റെ പേര് കേട്ടോണ്ടാണ് ഈ നോക്കുന്നത് കേട്ടോ ഗേറ്റിൽ. ദീപക്ക് വരുമോ എന്ന്. ദീപക്ക് പിന്നെ വരും പൊന്നോ. ദീപക്കിന് സുഖമില്ല. വരൂല, ഇന്ന് വരൂല. വാ, ചൂടവിടെ. വായോ വാ, വരൂല ഇന്ന്. വാ, അകത്തേക്ക് വാ, അകത്തേക്ക് വന്നേ, വാ. എൻ്റെ പുറകെ എന്തിനാ നടക്കുന്നേ? പിറകെ എന്തിനാ നടക്കുന്നേ? ആരോ അവിടെ വന്നു കേട്ടോ. അതാ ഈ കൊച്ചെടുക്കണം. ആരാ പൊന്നാ? ഏതോ ചൂലുകാരൻ വന്നിട്ട് പോയി. അതായത് നമ്മൾ തുറപ്പാന്ന് പറയാം, അത് വിൽക്കുന്ന ആൾ ചൂടായിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ ആയിട്ട് നിന്ന് അതിനെ ഈ ഒച്ച വെക്കുന്നതായിട്ടാണ് ഞാൻ ഓടി വന്നത് കേട്ടോ. ഇനി അവിടെ കുറച്ച് നേരം നിൽക്കുക, ആരെങ്കിലും ഗേറ്റിൻ്റെ അവിടെ വരണുണ്ടോ നോക്കാൻ. ആരുടെങ്കിലും ഒച്ചയായിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് മുകളിലേക്ക് നോക്കും, ബുള്ളറ്റ് ഉണ്ടോ എന്ന്. ചേച്ചി പോയി കേട്ടോ, ചേച്ചി ഇറങ്ങി. അപ്പം ഞാൻ ചേച്ചി എടുക്കാത്തതുകൊണ്ട് അവൾക്ക് എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മുഖം കാണിക്കുന്നതിൽ വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് അത് ഈ ചേച്ചി ഇറങ്ങി. അതാണ് ഈ വിഷമത്തിൽ നോക്കുന്നത്. ചേച്ചി പോയി, അതാണ് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ. ഇനി ഒന്ന് AC ഇട്ട് കൊടുക്കും. ഭയങ്കര ചൂട് ഗൈസ്.
സീറ്റ് കൊടുത്തിട്ട് എനിക്ക് കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്, ഫ്രിഡ്ജൊക്കെ തുടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അവനങ്ങ് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പണി ചെയ്യാം. ചേച്ചി പോയാ പൊന്നു? അയ്യോ ചേച്ചി പോയാ? ചേച്ചിയും ചേട്ടനും എല്ലാവരും പോയാ? ചേച്ചി പോകുന്നത് നോക്കാൻ പോകുന്നതായിട്ടോ. ഏത് കണ്ടു പോകുന്നതായിട്ടോ. ഇവിടെ നിന്ന് ഗേറ്റിൽ പോകുന്ന കാണാമല്ലോ, അതാണേ. അതേ കണ്ടോ, ഇവിടെ നിന്ന് നോക്കുന്നതാണേ, കണ്ടോ. അപ്പോൾ അവളവിടെ ഗ്രില്ല് പൂട്ടിയിട്ട് അവളുടെ കയ്യിൽ ഒരു ചാവിയുണ്ട്, ഒരു താക്കോലുണ്ട്. അപ്പോൾ അത് വിട്ട് പൂട്ടിയിട്ട് പോകും കേട്ടോ. അതാണ്. പോയോ ചേച്ചി? ആ ചേച്ചി പോയി. അയ്യോ പോയി കേട്ടോ അവൾ. അതാണ് ഗേറ്റ് തുറന്ന് പോയി. അതാണ് ഈ നോക്കുന്നത്, എന്നിട്ട് വരുന്നത്. അപ്പോൾ രാവിലെ വന്ന് വെളിച്ചം കയറാൻ വേണ്ടി ഈ ജനലൊക്കെ അടച്ചിട്ടതായിട്ടോ, തുറന്നതായിട്ടോ, സോറി തുറന്നതാണ്. അവന് AC ഇട്ട് കൊടുത്താൽ ഒന്ന് ചരിഞ്ഞു പോയി കേട്ടോ, ഫോൺ ഒന്ന് ചരിഞ്ഞു പോയേ എൻ്റെ കയ്യിൽ നിന്ന്. ആ സ്റ്റാൻഡ് ഒന്ന് ലൂസാണ്. അപ്പോൾ അതെ മോനെ AC ഇട്ട് തരട്ടെ മാമ, എന്നിട്ട് കിടന്നോ കേട്ടാ, കിടന്നോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അവൻ കിടന്ന് ഉറങ്ങിക്കോളും. കുറച്ച് കഴിയുമ്പോൾ ബെഡിലേക്ക് വന്ന് കിടന്നോളും കേട്ടോ. അവൻ്റെ ടോയ്സൊക്കെ ബെഡിൽ കിടപ്പുണ്ട്, വന്ന് കിടന്നോളും. ഞാനത് AC ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങ് കിടന്ന് ഉറങ്ങിക്കോളും പാവം. എനിക്ക് കുറേ പണികളൊക്കെ ഉണ്ട് ഇനി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗായ്സ്. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. നോക്കുന്ന കേട്ടോ, കഴിഞ്ഞപ്പോൾ ഈ ബൈ എന്ന് പറഞ്ഞില്ലേ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേന്ന്. അവനെല്ലാം പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഇപ്പം ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് അവൻ കട്ടിലിൽ കയറി കിടന്നോളും. പൊന്നു കട്ടിലി ബാ കട്ടിലിൽ കയറി കിടക്ക. ഇത് കണ്ടോ, ഇനി കട്ടിലിൽ കയറി വന്ന് കുറച്ച് നേരം കളിക്കും, എന്നിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. ഇതാണ് അവൻ്റെ സ്വഭാവം. കണ്ടോ, കുറച്ച് നേരം കളിക്കും, എന്നിട്ട് കിടന്ന് ഉറങ്ങും തണുപ്പത്ത്. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.